ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സബ്സ്ട്രാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ കുറയ്ക്കൽ അല്ലേ. ഒരു സംഖ്യയിൽ നിന്ന് വേറൊരു സംഖ്യ എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സബ്സ്ട്രാക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്, കുറയ്ക്കലാണ് പഠിക്കുന്നത് കേട്ടോ. നോക്കിക്കോളൂ, 33 കുറയ്ക്കണം 12. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് ചെയ്യാൻ തുടങ്ങേണ്ടത് അല്ലേ. ഇവിടെ നിന്നാണ് ചെയ്യാൻ തുടങ്ങേണ്ടത് അല്ലേ. വൺസിൻ്റെ ഭാഗത്ത് നിന്ന്, ഒറ്റയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങേണ്ടത്. അപ്പം എന്ത് ചെയ്യണം, 3 2 കുറയ്ക്കുക. 3 2 കുറയ്ക്കുക. അപ്പം എത്രയാ, 3 അല്ലേ. വിരലിൽ 3 എടുക്കുക, 2 കുറയ്ക്കുക. അപ്പം എത്ര കിട്ടും, നമുക്ക് 1 കിട്ടും അല്ലേ. യെസ്, 1 കിട്ടി. സിമ്പിൾ അല്ലേ. ഇനി ഇവിടെ നോക്കുക, അടുത്ത് എന്താ ചെയ്യുക, മുകളിൽ നിന്ന് താഴത്തെ ആളെയാണ് കുറയ്ക്കേണ്ടത്. മുകളിലുള്ളത് 3 അല്ലേ, താഴെയുള്ളത് 1. അപ്പോൾ 3 1 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും, 2. 21 ഈസ് യുവർ ആൻസർ. സിമ്പിൾ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ തരാമല്ലോ സാറ്. നോക്കിക്കോ, 48 മൈനസ് 48, ഇത് മൈനസ് ആണ് കേട്ടോ, ഈ ചിഹ്നം മൈനസ് ആണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. 24 ആണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് മക്കളെ, ആദ്യം ഇവിടുന്ന് തുടങ്ങണം അല്ലേ. ഇവിടുന്ന് തുടങ്ങണം. 8 4 കുറച്ച് വേഗം. ആദ്യം വിരലിൽ 8 എടുക്കുക, 4 മടക്കുക. അപ്പോൾ ബാക്കി എത്രയാ, 4 കിട്ടുക. ഷുവർ. അടുത്തത് 4 2 കുറയ്ക്കാം. മുകളിലുള്ള ആളിന് താഴെയുള്ള ആളെയാണ് നമ്മൾ കുറക്കേണ്ടത്. അപ്പോൾ 4 വിരലിൽ എടുക്കുക, 2 മടക്കുക അല്ലേ. അപ്പോൾ എത്ര കിട്ടും, 2 കിട്ടും. കുറയ്ക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. 4 2 കുറയ്ക്കാം, 4 എടുക്കുക, അതിൽ നിന്ന് 2 കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടും, 2 കിട്ടും. 24 ഈസ് യുവർ ആൻസർ. അടുത്ത് നോക്കിക്കോളും. അടുത്ത് നോക്കട്ടെ, അടുത്ത് നമുക്ക് നോക്കിയാലോ. 67 കുറയ്ക്കണം, 67 കുറയ്ക്കണം 34 ആണ് യുവർ ക്വസ്റ്റ്യൻ. 67 മൈനസ് 34 ഈസ് യുവർ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് ചെയ്യുക സാറ്, വേഗം ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് അല്ലേ. 7 4 കുറക്കാം. മുകളിലുള്ള ആളിന് താഴെയുള്ള ആളല്ലേ നമ്മൾ കുറക്കേണ്ടത്. യെസ്, 7 4 കുറക്കാം. അപ്പം എത്ര കിട്ടും, 3. പിന്നെ 6 3 കുറക്കുക, 6 3 കുറച്ച് എത്ര കിട്ടൂടാ, 3 തന്നെ കിട്ടും. ശരിയല്ലേ. യെസ്, 33 ഈസ് യുവർ ആൻസർ. 33 നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഒരു ട്വിസ്റ്റ്. ഇനി നമ്മുടെ എന്താണ്, ട്വിസ്റ്റ് സബ്സ്ട്രാക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കിക്കോളൂ കേട്ടോ. 62 കുറയ്ക്കണം 35 അല്ലേ. സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അല്ലേ, ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. മുകളിലുള്ള ആളിന് താഴെയുള്ള ആളാണ് നമ്മൾ കുറക്കേണ്ടത്. ശരിയല്ലേ. മുകളിലുള്ള സംഖ്യയിൽ നിന്ന് താഴെയുള്ള സംഖ്യ നമ്മൾ കുറയ്ക്കാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ട്. എന്താ പ്രശ്നം പറ. പ്രശ്നം എന്താ, 2 5 കുറക്കാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മൾ 2 എന്നല്ലടാ 5 കുറക്കേണ്ടത്. അപ്പോൾ 2 5 കുറക്കാൻ പറ്റൂല. അയ്യോ, അപ്പം എന്ത് ചെയ്യും, വാട്ട് വിൽ ബി ഡു, നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ നമ്മൾ ഈ 2 എന്നല്ലേ നമുക്ക് കുറക്കാൻ പറ്റാത്തുള്ളൂ. ഇപ്പുറത്ത് ആളെടുത്ത് നമ്മൾ പോയി, ഇപ്പുറത്ത് ആരാ നിൽക്കുന്നത്, 2ന്റെ ഇപ്പുറത്ത് ആരാ നിൽക്കുന്നത് നോക്കടാ. എപ്പോഴും ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഇപ്പുറത്ത് തൊട്ട് ബാക്കിൽ ആരാ ഉള്ളത് നോക്കുക. 2ന്റെ ബാക്കിൽ ആരാ ഉള്ളത്, 6 അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ 6ന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, 6 എനിക്കൊരു 1 തരുമോ, എൻ്റെ കയ്യിൽ നിന്ന് 1 തരുമോ എനിക്ക് അല്ലേ. 6ന്റെ കയ്യിൽ നിന്ന് 1 പോയാൽ എത്രയാ, ഇവിടെ 5 ഉണ്ടാവും. ശരിയല്ലേ അല്ലേ. 6ന്റെ കയ്യിൽ നിന്ന് 1 പോയാൽ എത്ര ഇവിടെ ഉണ്ടാവുക, 5 അല്ലേ ഉണ്ടാവുക. ബാക്കി 1 എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക, 2ന്റെ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 എന്തായി മാറി, 12 ആയി. ഈ 6 എന്തായി മാറി, 5 ആയി മാറി. ഇനി 12 5 കുറച്ചോടാ. 12 5 കുറച്ചാൽ എത്രയാ, 7 അല്ലേ. 12 5 കുറച്ച് 7 അല്ലേ. 5 3 കുറക്കുക. 5 മുകളിലുള്ളത് 5, താഴെയുള്ളത് 3 അല്ലേ. 5 3 കുറക്കുക എത്രയാ, 2. ഒന്നുകൂടെ സാറ് പറഞ്ഞുതരാം. ഡോൺ വറി. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ. ഒന്നുകൂടെ സാറ് പറഞ്ഞുതരാം. 45 മൈനസ് 38 ആണെന്ന് വിചാരിച്ചോ. നോക്കിക്കോടാ. ഇനി നമ്മൾ എങ്ങനെയാ ചെയ്യുക. ആദ്യം ഞാൻ എന്താ ചെയ്തത്, ഇവിടുന്ന് നോക്കിയില്ലേ. ഇവർ നോക്കിയപ്പോൾ എന്താ പ്രശ്നമല്ലേ. എന്താ പ്രശ്നം, 5 8 കുറക്കാൻ പറ്റൂലല്ലോ, കാരണം 5 ചെറിയ സംഖ്യയല്ലേ അല്ലേ. യെസ്. അപ്പം ഞാൻ എന്താ ചെയ്തത്, അപ്പം ഞാൻ 5ന്റെ തൊട്ടപ്പുറത്തുള്ള ആളടുത്തേക്ക് പോയി. അത് 5ന്റെ തൊട്ടപ്പുറത്ത് ഇവിടെ ആരും ഇരിക്കുന്ന ആരാ നോക്കടാ, അവിടെ നമ്മുടെ സ്വന്തം 4 അല്ലേ. അപ്പോൾ 4 ചോദിച്ചു, 4 എനിക്ക് 1 തരുമോ, 1 കടം തരുമോ. യെസ്. അപ്പോൾ 1 കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 4ന് പകരം ഇവിടെ ആരായി, 1 കൊടുത്താൽ അവിടെ 3 ആയി അല്ലേ. പിന്നെ 1 അപ്പുറത്തെ ആൾക്ക് 5ന്റെ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി, ഇവിടെ 15 ആയി. ശരിയല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, 15 8 കുറക്കാം, 3 കുറക്കാം. 15 8 കുറച്ചാൽ എത്രയാ മക്കളെ, 15 8 കുറച്ചാൽ എത്രയാ, 7 അല്ലേ. യെസ്. 3 കുറച്ചാൽ എത്രയാ, 0. അപ്പോൾ ആൻസർ എത്രയാ, 7 ആണ്. ഓക്കെ. ഒന്നുകൂടെ സാറ് പറഞ്ഞുതരാം. ഡോൺ വറി, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. റെഡി അല്ലേ. യെസ്. സെറ്റ് ആണെങ്കിൽ ഇവിടെ നോക്കാം കേട്ടോ. ഡോൺ വറി, ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. 69 മൈനസ് 69 മൈനസ്
68 ആക്കാം. 68 മൈനസ് 29 ആണ് ചെയ്യുന്നത്. നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ എന്താ ചെയ്യുക? എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത്, ശരിയല്ലേ? 8 9 കുറക്കണം. പക്ഷെ ഇവിടെ പ്രശ്നമുണ്ടല്ലോ, മുകളിലുള്ള ആള് ചെറുതല്ലടാ. 8 ചെറുതല്ലേ? ഈ മുകളിലുള്ള ആളിന് താഴെയുള്ള ആളാ കുറക്കേണ്ടത് അല്ലേ? ഈ മുകളിലുള്ള 8 എന്ന് പറയുന്നത് ചെറുതല്ലേ? 9നേക്കാൾ ചെറുതല്ലേ ഇത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? തൊട്ടപ്പുറത്തുള്ളത് ആരാ നോക്കി? ആരാ? 6 ഈ 6 നമ്മൾ എന്ത് ചെയ്യുക? 1 കടം വാങ്ങണ്ടേ അല്ലേ? 1 കടം വാങ്ങാം അല്ലേ? 1 കടം വാങ്ങാം. 1 കടം വാങ്ങിയിട്ട് ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുക. ഈ 8ന്റെ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുക, ശരിയല്ല? അപ്പോൾ ഇവിടെ 18 ഈ 6 1 പോയി അവിടെ എന്തായി? 5 ശരിയല്ല? അപ്പോൾ 18 9 കുറക്കുക. എത്രയാ മക്കളെ? 9. 5 2 കുറക്കുക. അപ്പോൾ എത്രയാ? 3. 39 ആൻസർ. സെറ്റ് അല്ലേ? യെസ്. ഇനി നോക്കിക്കോളൂ കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ മാത്സ് എപ്പോഴും എങ്ങനെയാണ് പെട്ടെന്ന് ഈസി ആയിട്ട് മാറുക? നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മാത്സ് ഈസി ആവും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്കാണ്. സോ നോട്ട് ഇറ്റ് ഡൗൺ. എല്ലാവരും എന്ത് ചെയ്യുക? ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കാം കേട്ടോ. ഓക്കെ, ബൈ.